നമസ്കാരം. 1954 നെഹ്റു ചൈനയുമായി ഒപ്പുവെച്ച കരാറായിരുന്നു പഞ്ചശീൽ. ഈ പഞ്ചശീൽ എന്ന വാക്കിന്റെ അർത്ഥം സമാധാനപരമായ സഹവർത്തിത്വം എന്നാണ്. പേരൊക്കെ ഇങ്ങനെയായിരുന്നുവെങ്കിലും പഞ്ചശീൽ യഥാർത്ഥത്തിൽ ചൈനയുടെ ടിബറ്റ് റീജിയനും ഭാരതത്തിനുമിടയിലെ ഒരു വ്യാപാര കരാറായിരുന്നു. ഈ കരാറിന്റെ ഔദ്യോഗിക നാമം തന്നെ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ബിറ്റ്വീൻ ദ ടിബറ്റ് റീജിയൻ ഓഫ് ചൈന ആൻഡ് ഇന്ത്യ എന്നാണ്. നെഹ്റു വലിയ ജനാധിപത്യവാദിയും മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കുന്ന വ്യക്തിയും ഒക്കെ ആയിട്ടാണ് നാം അറിയുന്നത്. എന്നാൽ പഞ്ചശീല ഒപ്പിട്ടപ്പോൾ നെഹ്റു ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നതായി തോന്നുന്നില്ല. കാരണം 1950 ചൈന ടിബറ്റ് എന്ന സ്വതന്ത്ര പരമാധികാരി രാജ്യത്തെ ആക്രമിച്ച് അതിന്റെ ഭാഗമാക്കി. ഈ സംഭവത്തിന് ശേഷമാണ് നെഹ്റു 54 ചൈനയുമായി പഞ്ചശീൽ എന്ന ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്. അതായത് പഞ്ചശീലം ഒപ്പിട്ടതോടെ ടിബറ്റ് ചൈനയുടെ ഭാഗമാണെന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു. ഈ പഞ്ചശീലം കൊണ്ട് ഭാരതത്തിന് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. അത് ചൈനയ്ക്ക് മാത്രം ഗുണകരമായ ഒരു കരാറായിരുന്നു. ചൈനയുമായി നമുക്ക് അന്നേ അതിർത്തി തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രമേ പഞ്ചശീലം ഒപ്പിടാവൂ എന്നായിരുന്നു നമ്മളുടെ വിദേശകാര്യ വിദഗ്ധരുടെ നെഹ്റുവിനോടുള്ള ഉപദേശം. നിർഭാഗ്യവശാൽ നെഹ്റു അതൊക്കെ തള്ളിക്കളഞ്ഞു. ടിബറ്റിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വിഷമം ഉണ്ടായ ഒരു സംഭവം ചൈന ടിബറ്റിനെ ആക്രമിച്ചപ്പോൾ അവർ ആത്മീയ ഗുരുവായി കരുതിയ ഭാരതം ടിബറ്റിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ദലൈലാമ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ജനാധിപത്യത്തിന്റെ അപ്പോസ്തലും ചേരിചേരാ നയത്തിന്റെ ഉപജ്ഞാതാവും ഒക്കെ ആയിട്ട് നാം കരുതുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടുന്ന ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുവാനുള്ള കാരണം ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതാണ്. ഈ പോളണ്ട് ആക്രമിക്കപ്പെട്ടപ്പോൾ ഇംഗ്ലണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി. ജർമ്മനിക്കെതിരെയുള്ള യുദ്ധത്തിൽ ഭാരതം ഇംഗ്ലണ്ടിനെ സഹായിക്കണം എന്ന നിലപാടായിരുന്നു നെഹ്റുവിനുണ്ടായിരുന്നത്. കാരണം നെഹ്റുവിനെ സംബന്ധിച്ച് ഇംഗ്ലണ്ട് നടത്തുന്നത് ജനാധിപത്യ സംരക്ഷണമായിരുന്നു. എന്നാൽ അതേ നെഹ്റു ചൈന ടിബറ്റിനെ ആക്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ജനാധിപത്യവും സംരക്ഷിക്കേണ്ട, ടിബറ്റിന്റെ പരമാധികാരവും സംരക്ഷിക്കേണ്ട. ഇതായിരുന്നു നെഹ്റുവിന്റെ ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പിന് കാരണം ഇതുപോലെയുള്ള വലിയ പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് നെഹ്റുവിനില്ലായിരുന്നു. മാത്രമല്ല നെഹ്റുവും വി കെ കൃഷ്ണമേനോനും അന്നത്തെ ചൈനീസ് അംബാസിഡറായിരുന്ന KM പണിക്കരും ഒക്കെ അടിസ്ഥാനപരമായിട്ട് കമ്മ്യൂണിസ്റ്റുകളായിരുന്നു. 1950 ചൈന ടിബറ്റിനെ ആക്രമിക്കുന്നിടം വരെ നെഹ്റു ടിബറ്റിനെ ഒരു പരമാധികാരി രാജ്യമായി അംഗീകരിച്ചിരുന്നു. എന്നാൽ ചൈന ആക്രമിച്ചതോടെ നെഹ്റു ചൈനയുടെ കൂടെ കൂടി. 1947 ഓഗസ്റ്റ് 15, അതായത് നമ്മൾ സ്വാതന്ത്ര്യം നേടിയ അവസരത്തിൽ നമ്മുടെ പാർലമെന്റിൽ ടിബറ്റിന്റെ ദേശീയ പതാകയും വെച്ചിരുന്നു. മാത്രമല്ല ചൈനീസ് ആക്രമണം വരെ എല്ലാ കത്തിടപാടുകളിലും ടിബറ്റിനെ ഒരു പ്രത്യേക രാജ്യമായാണ് നെഹ്റു അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് എന്തായിരിക്കരുത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായിരുന്നു പഞ്ചശീൽ. യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് പഞ്ചശീലത്തിലോ സമാധാനപരമായ സഹവർത്തിത്വത്തിലോ ഒന്നും വിശ്വാസമുള്ള രാജ്യമായിരുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ടിബറ്റിലെ ബൗദ്ധന്മാരോട് മാവോ സേതുങ് അല്പം കൂടെയെങ്കിലും കരുണ കാണിച്ചേനെ. എന്നാൽ ചൈനയെ മനസ്സിലാക്കുന്നതിൽ നെഹ്റു പരാജയപ്പെട്ടു. അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.